வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாம் பார்ட் 1 and 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்க போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாமா? எஸ். ചെയ്യാൻ പോണത് പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശി ആരാ? രുക്മിണി. അവളെ ഞാൻ എടുത്തു പ്രേമിച്ചു. ഞാൻ അവളെ കൊണ്ട് പറയിക്കും. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തരുന്നില്ലേ? ഞാൻ ആ പിഷാരടിയുടെ അവിടെ രണ്ടെണ്ണം കണ്ടുവച്ചു. കേസെടുക്കരുത്. நினைச்சேன். புதிய ரைட்ரா. ഓ, ഇതുവரைக்கும் அங்க എസ്ഐ ഇല്ലാததுனால ഹെഡ് കോൺസ്റ്റബിൾ தான் ഇൻചാർജ്. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ റിട്ടയർഡ് കള്ളൻ. ഇവന്റെ പപ്പൻ. പെൻഷൻ പറ്റിരിക്കുക സാറേ. കാര്യം ആളിയ പഴയതുപോലെ ഓടാൻ വയ്യ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായര. അച്യുതൻ നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ വിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവും അച്യുതൻ നമ്പൂരി. സാറാ, ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പിരിക്കടാ. ഇവര് ചാലച്ചെടുക്ക മീശ മാധവൻ സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. പഠിച്ചിട്ട് വരണം. ക്ലീൻ ഷേപ്പ്, മനസ്സിലാണോ? இதெல்லாம் கொஞ்சம் டூ மச். அவங்க மீசா அவங்களுக்கு கரெக்ட் தான். லீகலா அப்படி பண்ண முடியாது, பட் ஆனா பண்றவங்க இருக்காங்க. இருக்காங்க. அது வந்து எப்படி தெரியுமா, நான் தான் பவர், நான் தான் போலீஸ், நான் தான் வந்து கவர்மெண்ட் அப்படி நினைச்சுக்கிறாங்க. அதை நார்மல் பீப்புள் ஒண்ண மாட்டாங்க, ரவுடிஸ் இந்த மாதிரி. போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் போய் ദർശനം പണിക്കിട്ട് വാങ്ങും. എന്നാ തൊഴുതിട്ട് വരിക. വിളിച്ചാ വിളിയേക്കണ സാമ്യ. നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ. ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. எந்த கோயில் சொல்றாங்க? மீசி எடுத்துட்டாரா? എടുത്ത மாதிரி தெரியலையே. കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. കാണട്ടെ. ഈ കുട്ടി ശരിക്കും അയ്യോ എടുത്തു. അവൻ മടിച്ചില്ല. മീശമാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ. അവൻ അഹങ്കാരി. അല്ല, മാധവൻ സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? തീയിൽ വലിച്ചു മൂക്കിക്കേറ്റല്ലോ. നമസ്കാരം. എന്താണ് മീശ വടിക്കാൻ? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാര്. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണ് അത്ര ഫലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ പഠിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ പഠിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പഠിച്ചാലേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മോപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനേ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാർ ഒരു തമാശ പറഞ്ഞാൽ എനിക്ക് അപ്പോഴേ മനസ്സിലായി ആ പിള്ളേച്ചനത് കളിയാക്കി എടുത്തിരിക്കും. ഒരുപാടങ്ങ് ഓലത്തല്ലേ. இதெல்லாம் அபியூஸ். ഈശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കട്ടെ സാറേ, വേറെ വഴിയുണ്ട്. പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടാ. ഇവന്റെ മീശ ഇവിടെ വെച്ച് അവർ മീശ വിളിച്ചവർ ഒത്തുപാരാ. ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് നനച്ചിരി രോമം. വെറും പൂട. അത് പഠിക്കാനും പിന്നെ എടുത്തു വരും. അത് വിട്ട് കിട സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. அவர் ஏரியா ஒண்ணும் பண்ண முடியல. ஏய் ஆனக்கட்டிയാണ്. இவங்க இதே பாட்டு தான் பாடிட்டு இருக்காங்க.
പൂരപ്പറമ്പിലേക്ക് വരികയായിരുന്നു. എന്നായിരുന്നു அந்த ஸ்லாங் இழுத்து வருது எங்களுக்கு. ഓള് ചെമ്പറയില് തേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ, അപ്പൊ കണ്ടിഷ്ടായതാണ്. അന്ന് ഓൻ അവിടെ ഒരു പീടികയിൽ എടുത്തു കൊടുക്കാൻ വേറെ 2 കൊല്ലം കൊണ്ട് ഓ സ്വന്തമായിട്ട് പീടിക വെച്ച് പാടുകയാണ്. അപ്പൊ മറ്റേ കട കൂട്ടി കാണും. മാധവന് പറ്റിയ കമ്പനിയാ. നമുക്കുള്ള കൂട്ടുകെട്ടാണ് ഓനെ അന്നെ പടക്കാക്കണത്. നല്ല തങ്കപ്പെട്ട ചെക്കനാണ്. പെണ്ണിനെ കാണാൻ ഓന്റെ കുടുംബക്കാര് വരുന്ന ആഴ്ച ഒരു ദിവസം കെട്ട് വരുന്നുണ്ട്. ഇത്തെ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞിട്ടില്ലേ? കൊടുക്കും അവള് കണ്ട് മോഹിച്ചിട്ട് എല്ലാം കഴിയുമ്പോ ആങ്ങളെ കള്ളനാണെന്നും പറഞ്ഞ് മാറിപ്പോയാ ഇനി ഒരിക്കൽ കൂടെ അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവൾക്ക് പറ്റിയാലും എനിക്ക് പറ്റില്ല. വേണ്ട, നാളെ വെളുപ്പിന് നമുക്ക് ചെമ്പത്തറ്റം വരെ പോക. എന്താ അതിന്റെ മട്ടം പോലെ ഇങ്ങനെ പറഞ്ഞോ. അതെ, അതായത് ശരി. മോളെ ഇച്ചിരി നല്ല വെള്ളം ഇങ്ങനത്തെ. நல்ல வெள்ளம் நல்ல தண்ணி. സന്ധ്യാനേരത്ത് ഓരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ചന്തമെടുത്തി. ഗുണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. മര്യാദയ്ക്ക് പോവാൻ. തീർന്നു. ശരി വിടും. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ട് മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോടാർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? കനാലിന്റെ കോൺട്രാക്ട് ഓടിക്ക് മേശരിയായിട്ട് വന്നതല്ലേ? ശാന്തമെടുത്തി കല്യാണം കഴിച്ചു കൂടിയതാ. ലവ് ആയിരുന്നു. ആണാ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമെടുത്തി. അതെ, ശാന്തമെടുത്തി പിള്ളച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വെള്ളത്തിലെത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ. தப்பு பண்ணிட்ட சிங்காரம். മോളെ കണ്ട അമ്മയെന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാലെങ്ങനെ അമ്മയെന്ന് പറയാ? ഓ പിള്ളച്ച ഒടിക്ക് തമാശയൊക്കെ ഉണ്ട്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളച്ച നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാം മീശ മാധവനെ പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി. നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം അല്ലേ? രുക്മിണി, കേറി പോയാത്ത. அவர் ஃபுல்லா ட்ரிங்க்ஸ். കുടിച്ചിഷ്ടമായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ബേബി ഒന്നും ചെയ്തേക്കരുതേ. ഇതൊരു സാധു മൃഗമാണ്. சாது முருகன். പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലെ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണല്ല. அதாவது அந்த சைடுல இருந்து அட்டையை போட்டு வந்ததுதான் கேக்குறாரு. பொண்ணு சைடு ஒய்ஃப். പിള്ളച്ച ഞാൻ കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്. Now she is contemplating. കണ്ടിട്ട് മുണ്ട കഴിച്ചിട്ട് നിനക്കാവുന്നേ ഒരു കാമുകൻ നടത്തുന്നു. നിങ്ങളുടെ വന്ന കണ്ടായിരുന്നല്ലോ. നീ അവളിരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നു. ഞാൻ എല്ലാം ശരിയാക്കി ഒരു കുഴപ്പമില്ല. നീ ചെല്ലുക. நான் பிளான் பண்றாங்கன்னு தெரியல. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പുമാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പറ്റി ഇങ്ങനെ തോന്നിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവേലിക്ക് വലിച്ചു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ എന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിനക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മയിക്കാത്തത്. അവിടെ എന്താണ്, കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവന് ഓർമ്മകളായി വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. അല്ല, രുക്മിണിക്ക് അറിയോ മാധവൻ എന്ന് അതുപോലൊരു യന്ത്രമാണ്. ആ കണ്ണിട്ട് കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ചെയ്യത്തിനടുത്താണോ? മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ. അതുകൊണ്ട് അവര് പറയാനായി சொல்லிட்டாங்க. ഇഷ്ട ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. முகபத். போட்டு பொழப்பான்னு நினைக்கிறேன். ഞാൻ തമാശ പറഞ്ഞതാ. അവരൊന്നും ചെയ്യല്ലേ. മധുരനെ ഞാൻ കേട്ടത് സത്യമാണോ? മധുരൻ എന്നോട് ശരിക്കും ഇഷ്ടം? പ്രേമം? ஓகே. കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? எந்த கம்பெனியோட പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ എന്റെ ഒരു മനസ്സ്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുടിയായി പോയി. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ஏதோ பிளான் பண்றாங்க. റാഗിങ് பண்றாங்க இவங்க. ആ റേഷൻ കടയിൽ ചീഞ്ഞേരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായി? ഇല്ല. കണ്ടാ തൊണ്ടി സഹിതം പിടിച്ചാ ഇപ്പം അപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ.
എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കുന്ന ദുഷ്ടഹൃദയത്തിൽ ഞാൻ എങ്ങനെ പ്രമിക്കാനാ? ரேஷன் கடை அங்கதானே ஒர்க் பண்ணுறேன். அவங்க தான் அவங்க அப்பா ரேஷன் கடை தான். ஓகே, இந்த டைம் யாரும் ரெடியா இல்ல. திட்டிட்டு இருக்காரு உள்ள வந்து. ஓகே, கோல்டு வேற அட்டையா போட்டு வரா. அப்படித்தான் நினைக்கிறேன். 2 in 1. 2 in 1 ப்ரூஃப் வந்துட்டு போனதுக்கு. ஈஸ்வரன் ஷினோஸ் இல்ல இன்னும் ஆனா கண்டுபிடிச்சிருக்காங்க. மகப்பொழி நல்ல ஒரு 2 கிலோ ஒரு மணி மாட்டீஸ். ஓகே, தின்றதே ரொமான்டிக் தான். அவர் திருடுறதுக்காக வரல, ரொமான்ஸ் பண்ண தான் வந்தாரு. பழக்க தோசை திருடிட்டாப்ல. எந்திரிச்சா இல்லையா? எடுத்துட்டார். எடுத்தாச்சு. தம்பி ஒரு 4-5 பவுன் தேரும் போலயே. தாராளமா. இப்ப இவர் போட்டுட்டு வர போறா கடிச்சிட்டு வர போறான்னு தெரியல. ഇങ്ങനെ ചക്ക വെട്ടിട്ട പോലെ കിടന്നുറങ്ങരുത്. ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയാലും കൂടി അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. ഉറങ്ങി കിടക്കുമ്പോ നിന്നെ കാണാൻ നല്ല ചന്ത. എന്റെ കൂമ്പിയ താമരമൊട്ട് പോലുള്ള ഈ കണ്ണുകളും അങ്ങനെ പോകട്ടെ. പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നോണ്ട് തെളിവിനായിട്ട് ഞാൻ ഒരു സാധനം എടുത്തിട്ടുണ്ട്. കാണണോ? ഓ തറ ബീച്ചിൽ കൊണ്ടുവരവത്തറ ആരംഭിച്ചാரு. അറിഞ്ഞാണ് അന്യാ കൂടിയുള്ള പുരുഷാ. അതിന്റെ ഒരു കര പറഞ്ഞത് ഇതാദ്യായിട്ട് പാലപ്പട நான் கூட ஹிப் செயின் நினைச்சேன். ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചല്ലോ. ഇത് അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പളഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയാ. ഓ ശിഖട കണ്ണു കാണണം തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. ദാ, വച്ച്. ആ കുട്ടിക്ക് കുളിക്കാൻ ഈ പുഴയിലെ വെള്ളം പോരാന്ന്. അത് ആരും മെലിഞ്ഞതാണോ? ഇതിലിട്ടോ 1000 രൂപ. 1000 ഉലുവേ. അതിന് പിള്ളേച്ചൻ തനിയെ പോയാൽ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോലെ കൂട്ടണോ? 1 രൂപ 1001. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിന് ഒരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈനം വെച്ച് ചപ്പടാച്ച്. അതെ, ഇപ്പൊ പാപ്പച്ചി അതിന് മാൻ തോന്നുന്നു ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിനാ 4 മാന്തിയ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. എഞ്ചു ചോദിച്ചാൽ നമുക്ക് വീതിച്ചെടുത്തൂടെ? எதுக்கா 25,000 ரூபா? എന്നാലേ അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്തായിരിക്കും. மீச மாதம் பிளான் பண்றீங்களா? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ. അമ്മ ഓണത്തിന് ഈ ബോർഡ് പ്ലാനിങ് നടക്കില്ല കേട്ടോ. ആ ഇപ്പൊ പപ്പിച്ചു കൊണ്ട് അവന് നല്ല അസല് കൊട്ടിൽ ഒളിപ്പിക്കണം. മാധവം പൊരയ്ക്കകത്തുണ്ടാവോ അതോ കൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. வீட்டுல பறிச்சு வைக்கிறாங்க. കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാം. കുടിക്കണം. തന്നെ കുടിച്ചിടാനുണ്ട്. രൂപ നാളെ പുറത്തെടുക്കാനുള്ള കുറച്ച് കുടിച്ചാ இவங்களே பணத்தை வச்சு போலீஸ் வச்சு நாளைக்கு எடுக்க போறாங்க. ഇത് മതിയോ? ഇനി ആരും കാണും. நாளைக்கு வந்து பகரப்பு இருக்காது. നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ നോക്കട്ടെ. ഒന്നും വേണ്ട. തപ. ഈ പാരേന്തി നീ തന്നെ ഒരു ഭാര്യയാവുമെന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവും. வச்சு அவர் கண்டுபிடிச்சிருவாரு. എന്നാലും നമ്മള് മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. നമസ്കാരം. എന്താണ്? നമ്പൂരിശൻ പറഞ്ഞു വിട്ടതാ. പിള്ളേച്ചന്റെ 25,000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. SI പോലീസുമായിട്ട് ഇപ്പൊ എത്തും നിന്നെ പൊക്കാൻ. No.
ഇവിടെ കല്യാണം നിശ്ചയെന്നൊക്കെ നമ്പൂരിച്ചും കുറെ പറഞ്ഞു നോക്കി. അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അവരാരും അറിയണ്ട. ഞാൻ പിന്നെ അപ്പുറത്തോടെ പോയിക്കോളാം. ഹെൽമെറ്റ് ക്രാസ് பண்ணிட்டாங்க. ഇവിടെ എന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. ആണോ? ഇവൻ എന്തായി കാണിക്കുന്നത്? അകത്തല്ല പുറത്ത്. സാറേ മാറിക്കടാ. എന്താണ് ഇവിടെ? കുഴി മാന്ത്ര ഇപ്പോഴെന്തായി? இருக்கு. തുറക്കടാ. ചക്കക്കൂര സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ കൊഞ്ഞ് കുഴിച്ചിട്ടാ അവിടെ. 25,000 എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാണ് കൊടുത്തത്? അതൊന്നുമില്ല സാർ. പറയണം, എവിടെയാണ് കാശ് ഒളിപ്പിച്ചത്? എന്റെ സാറേ എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ ഞാൻ ഇവിടെ കുടിച്ചിട്ട്. ചൊളയും പോയി രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും? That's too bad. ஆனா அவருக்கு ரெடிமேடா கேஷ் கிடைச்சிருக்கு. നമ്പൂരി, ഓ പ്രതിയെ ചോദ്യം ചെയ്യും. ഇന്നലെ രാത്രി നീ പിള്ളേച്ചന്റെ വീട്ടിൽ കയറി മോട്ടിച്ചോടാ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം സാർ ഇത് തന്നെ പറയണം. ഇങ്ങനെയാണോ നമ്പൂരി ചോദ്യം ചെയ്യുന്നത്? 10-20 വർഷമായില്ലയോ സർവീസിൽ? ഇനി ഒരു പ്രതിയെ ചോദ്യം ചെയ്യാറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് ആ പണം പൂഴ്ത്തിയത്? ப்ராப்பர் போலீஸ் ஐடியா இருக்கு. മതി സാറേ, അവൾ ചത്തു. കട്ടിനി ആ കാശ് എടുത്ത് കൊടുത്തേക്കടാ. വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. നമ്പൂരി, ഇതുപോലെ ചോദിക്കും, എന്നാലേ അവൻ സത്യം പറയും. ചോദിക്കടോ. அடிக்க சொல்றாரு. இவர் அடிச்சு அவர் சொல்ல மாட்டார். இவரு தானே அடிக்கிறாருன்னு விட்டுருவாரு. Karma is boomerang-ടാ. കാല് ഒരുപാടായി. എടാ 316 അവനെ ഇങ്ങോട്ട് ഇറക്ക. ഇവനെല്ലാം കൂടെ ഇപ്പം പാപ്പച്ചി നിയമം പഠിപ്പിച്ച് ഒലത്താൻ വന്നതാ. Too bad. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദൻ ഉണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദൻ. മുകുന്ദൻ ഉണ്ണി. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ എസ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടവനെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ്. പരാതിക്കാരനായ ഭഗീരഥ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെട്ട്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ പോലീസിന്റെ ഇന്റർവ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസ് ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. എസ്ഐ ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. സെക്ഷൻ 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. സസ്പെൻഡാ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ ഇപ്പോൾ വിളിച്ചോടാ, ഞാൻ പോവാ. എന്റെ കക്ഷി ഇറക്കി വിടുന്നതാണ് സാറേ ബുദ്ധി. വക്കീലിയാവുന്നത് എന്തൊക്കെ പണികളുണ്ട്. ഓരോ കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ പോണോ സാറേ? ഫീസ് ഉരുവി. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കുന്നത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. ഫീസ് ഇല്ല ബസ്. മാത്രമല്ലേ പിള്ളേച്ചെനിക്ക് 2 പോയി പട്ടി കിടക്കിരിക്കുന്നുണ്ട്. അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ കൊടുത്തുവാരുന്ന് നിனைக்கிறேன். നീ രാത്രി പിന്നെ പോയാ കുടി വാദ്യോ. അത് നീ പണ്ടാരമടങ്ങ്. ഇങ്ങനെ ചങ്കി കുത്തണ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ മിനിസ്റ്റർ കൊടുത്തുവാരാ? ഇത് നിന്റെ ബുദ്ധിയല്ലേ? തന്റെ മോളും കൂടെ
എന്റെ പെങ്ങൾക്കൊന്നും നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്. കൽമയിത്താത്ത നാളെ ചെമ്പറയ്ക്ക് പോകണ്ട് ചെക്കന്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളച്ച കൂടില്ല ഞാൻ നിങ്ങളെ. നനച്ചൻ പിന്നെ കൊല്ലല്ലേ മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട. കൊല്ലം പിള്ളേച്ചാ കോഴിയാ. പോകാറായില്ലേ? ഇതിന്റെ ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഓട്ട് രാവിലെ വരാം. എന്റെ പക്ക 5000 കൊടുത്തിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായത് അച്ഛനും നോക്കും. അവൻ അറിഞ്ഞ് ശപിച്ച ഈ കാണുന്നതൊക്കെ കത്തി വെണ്ണിതായി പോവും. നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ 4 ഇരട്ടി അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ അപ്പപ്പ പറയുന്ന കള്ളക്കണക്കനുസരിച്ച് ഇപ്പോഴും കൊടുക്കണമുണ്ട്. ഒരിക്കലും അത് രക്ഷിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അവനെ കള്ളനാക്കിയത്. അന്ന് നമ്പൂരിച്ചിന്റെ ആധാരം എടുത്തോണ്ട് പോയപ്പോ അതേ പെട്ടിയിലുണ്ടായിരുന്നു അവന്റെ വീടിന്റെ ആധാരം. കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ, പക്ഷെ അവനത് ചെയ്തില്ല. എനിക്കറിയാം അവനെ. ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ. കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടൻ ഇല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ലായിരുന്നു നീ. ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടുനിന്നു. അവന്റെ മനസ്സ് നോയിച്ച ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. പറഞ്ഞില്ലെന്ന് വേണ്ട. மம்மி தான் குட். ஒரே லைன்ல மம்மி என்ன அழுது வச்சிட்டாங்க. அழுகுறியா? ஆமா. എന്താ രുക്മിണി? മലതയും ഞാൻ കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓ അതാണോ? അത് സാരമില്ല. എന്റെ ജാതകദോഷ. രുക്മിണി വിഷമിക്കൊന്നും വേണ്ട. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. രുക്മിണി പൊയ്ക്കോളൂ. മാധവൻ അല്ല മാധവേട്ടൻ. ഏട്ടൻ ഇവിടെ ഇല്ല. വന്നാ ഞാൻ പറയാം രുക്മിണി വന്നിരുന്നു. എന്താണാവോ അടുത്ത ഉദ്ദേശം? എന്തിനാണ് കെട്ടിയെഴുന്നല്ലേ? ചെക്കന്റെ വീട്ടിലേക്ക്. അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം. കന്മത്തരുടെ കൂടെ. ഞാൻ പറഞ്ഞോളൂ അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നും നിന്നെ ഈ കണ്ണീരിൽ അല്പം വലിയ സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്ങുമ്പോ ചുണുങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെ എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്കോ. இணங்கல்லேடா. கோச்சுக்காது. எனக்கு அந்த வார்த்தை ரொம்ப பிடிக்கும். பேனங்கல்லே அப்படி ஒரு சாங் வரும். செமையா இருக்கும். முத்து பொண்ணு பேனங்கல்லே. மறந்துட்டேன். ஓ இவருக்கு அப்ப சின்ன பிள்ளைல இருந்து இன்ட்ரெஸ்ட் போல இருக்கு. ஓகே. பகல் டைம்ல ரொமான்ஸ் பண்ணா அப்படித்தான். എന്നെ കണ്ടാ പൊക്കോളൂ. പിള്ളച്ചാ போலீஸ் സംഭവം இருக்கு. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താണ് തുറക്കാൻ ഇത്ര താമസം? കുളിക്കായിരുന്ന അച്ഛൻ ഇവിടെ ഇല്ല. പുറത്തുപോയി. പറട്ടെ, അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാ ബോറടിച്ച് വട്ടായി പോ. കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ് കഴിഞ്ഞാ പിള്ളേച്ച വരുന്നവരെ ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം. ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റില്ല. എന്നാ കുടിക്കുന്നില്ല? നമുക്കൊല്ല കൊച്ചുവർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാലോ. അച്ഛൻ വരെ വൈകും. ഗുരുവായൂർ പോയതാ. ഞാൻ കണ്ടു കാലത്തെ അച്ഛനും അമ്മയും കൂടെ പോണത്. ഗുരുവായൂർക്കാ പോയതല്ലേ? അത് മൂപ്പര് പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞു. രുക്മിണിക്കുട്ടി എന്താ ഗുരുവായൂർക്ക് പോകത്തെന്ന് ഞാൻ പറയട്ടെ? പറയും. ബ്ലഡ് ഇൻ ദ മൂവ്. അതെ, வச்சு ஓத்திட்டு அடிக்கிறாரு. இல்லன்னு தெரிஞ்சே வந்திருக்காருன்னா அப்ப பிரச்சனை இல்லை. அம்மா பாத்துருவாரு நினைக்கிறியா? அதால என்ன பண்ண முடியும்? அவர் மேலே தப்பு இருக்குல்ல. அம்மா போலீஸா இருந்தா போக்கிரி தரம் பண்ணலாமா? பட் ஆனா அவருக்கு அபிஷியல் பவர்ஸ் இருக்குல்ல. அதுக்கெல்லாம் இதுக்கு முன்னாடி அப்படியே ஒரு டிஸ்டர்ப் பண்ணாத மாதிரிதான். என்னடா இந்த ஷாட்டு? சரண்டர் கண்ணாடி கிண்ணாடி இல்ல இல்ல. போச்சு. பேசினாலே வாய்ஸ் கண்டுபிடிச்சிடும். ஓகே, பார்ட் 3 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பை பை.